ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയാണ്. കരഞ്ഞുകൊണ്ട് സഹായത്തിനായി ചുറ്റും നോക്കുമ്പോഴാണ് അശ്വതി തന്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. തുടർന്ന് അശ്വതി ഫോൺ എടുത്ത് അരുണിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അശ്വതിയുടെ കോള് കണ്ട് സന്തോഷത്തോടെ അരുൺ കോൾ എടുക്കുകയാണ്. അതേസമയം ജയേഷ് വന്ന് അരുണിന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ്. അബി, അഭിരാമി, നീ വന്നപ്പോ തൊട്ട് ആ പേരല്ലേ പറയുന്നത്? അശ്വതിക്ക് നീയിട്ട ചെല്ലപ്പേരാണോ അത്? ദേ ജയേഷെ, കളിക്കാൻ നിൽക്കാതെ ഫോൺ തരാൻ അരുൺ പറയുമ്പോ തരില്ലെന്ന് പറയുകയാണ് ജയേഷ്. ദേ ജയേഷെ, നീ വിവരം അറിയും എന്നൊക്കെ അരുൺ പറയുമ്പോ ജയേഷ് പറയുകയാണ്, ഞാനേ അവളെ ഒന്ന് നന്നായിട്ട് അറിയട്ടെ, നിന്റെ അശ്വതി അല്ല നിന്റെ അഭിരാമീനെ. അതിനുശേഷം ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ജയേഷ് അവിടെ നിന്ന് പോകുമ്പോ അരുൺ മനസ്സിൽ പറയുകയാണ്, അശ്വതി വിളിച്ച കാര്യം ഒന്ന് അഖിലിനെ അറിയിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ, ഞാനിപ്പോ എന്താ ചെയ്യുക? പിന്നീട് കാണിക്കുന്നത് ശ്യാമയും ശ്രീകുട്ടിയും കൂടി വർമ്മയെ കാണാനായി ഓഫീസിലേക്ക് പോകുന്നതാണ്. അതേസമയം അശ്വതി ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. നടന്ന കാര്യങ്ങളെല്ലാം അശ്വതി ശ്യാമയോട് പറയുകയാണ്. കൂടെ തന്റെ ലൊക്കേഷനും ശ്യാമയ്ക്ക് അശ്വതി അയച്ചു കൊടുക്കുന്നു. ലൊക്കേഷൻ കാണുന്ന ശ്യാമ ഉടൻ തന്നെ അഖിലിന്റെ ഫോണിലേക്കും അത് അയച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ ജയേഷിന് സംശയം തോന്നും, അതുകൊണ്ട് മെസ്സേജ് അയക്കുന്നത് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം മെസ്സേജായി അഖിലിന്റെ ഫോണിലേക്ക് ശ്യാമ അയച്ചു കൊടുക്കുന്നു. തുടർന്ന് അശ്വതിയുള്ള ലൊക്കേഷനിലേക്ക് ശ്രീകുട്ടിയും കൊണ്ട് പോവുകയാണ് ശ്യാമ. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് ഓട്ടോ കംപ്ലൈന്റ് ആവുകയാണ്. മോളെ, ഞാൻ മറ്റൊരു ഓട്ടോ വിളിച്ച് മോളെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അയക്കാം. അപ്പോ ശ്യാമേച്ചിയോ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ ഞാൻ മോളുടെ അമ്മയെ തിരക്കി പോകാമെന്നും ശ്യാമ പറയുന്നു. ഇല്ല ശ്യാമേച്ചി, ഞാൻ ശ്യാമേച്ചിയുടെ ഒപ്പം വരാമെന്ന് ശ്രീകുട്ടി വാശി പിടിക്കുന്നുണ്ടെങ്കിലും ശ്യാമ പറയുകയാണ്, മോളെ നീ ഇപ്പോൾ ചെന്ന് മുത്തശ്ശനോട് രഹസ്യമായിട്ട് കാര്യങ്ങളെല്ലാം പറയണം. അരുണങ്കിള് ജയിലിലാണെന്നും പറയണം. മറ്റാരോടും ഒന്നും പറയരുത്, എല്ലാം മുത്തശ്ശനോട് മാത്രമേ പറയാവൂ. അത്രയും പറഞ്ഞുകൊണ്ട് ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് ഓട്ടോയിൽ നിന്നും ഇറങ്ങുകയാണ് ശ്യാമയും ശ്രീകുട്ടി. പെട്ടെന്ന് ശ്യാമയ്ക്ക് ഒരു തലചുറ്റൽ ഉണ്ടാവുകയാണ്. എന്താ ശ്യാമേച്ചി, എന്താ പറ്റിയതെന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ എന്ന് ശ്യാമ പറയുന്നു. അങ്ങനെ ശ്യാമ ശ്രീകുട്ടിയെ ഓട്ടോയിൽ കയറ്റി വിടുന്നു. അതേസമയം ശ്യാമയ്ക്ക് വയറുവേദന അനുഭവപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടി വർമ്മയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നതാണ്. ഞാനിപ്പോ പൈസ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി അകത്തേക്ക് പോകുന്നു. വർമ്മയുടെ അടുത്തേക്ക് ശ്രീകുട്ടി പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി അനുവദിക്കുന്നില്ല. അതേസമയം അത് കണ്ടുകൊണ്ട് വസുന്ധര അങ്ങോട്ടേക്ക് വരികയാണ്. മോളെ ശ്രീകുട്ടി, നീ എന്താ ഇവിടെയെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഒരു വലിയ കാര്യം നടന്നെന്നും അത് മുത്തശ്ശനോട് പറയാൻ ശ്യാമേച്ചി പറഞ്ഞെന്നും ശ്രീകുട്ടി പറയുന്നു. മോള് കാര്യം എന്താന്ന് എന്നോട് പറയാൻ വസുന്ധര പറയുമ്പോ മുത്തശ്ശനോട് പറയാനാ ശ്യാമേച്ചി പറഞ്ഞതെന്ന് ശ്രീകുട്ടി പറയുന്നു. മുത്തശ്ശി, എന്റെ അമ്മയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഞാനും അരുണങ്കളും അങ്ങോട്ടേക്ക് ചെന്നപ്പോഴാ അത് കണ്ടത്. ഇത് കേൾക്കുന്ന വസുന്ധര ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അപ്പോ അരുൺ അശ്വതിയെ തിരിച്ചറിഞ്ഞോ? അപ്പോ ശ്രീകുട്ടി അവന്റെ മോളാണെന്നും അവൻ തിരിച്ചറിഞ്ഞു കാണുമല്ലോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഭയന്ന് നിൽക്കുകയാണ് വസുന്ധര. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കാര്യവും ശ്യാമ തന്നെ ഓട്ടോ കയറ്റിവിട്ടതും അശ്വതി ലൊക്കേഷൻ അയച്ചതും എല്ലാ കാര്യങ്ങളും ശ്രീകുട്ടി വസുന്ധരയോട് പറയുന്നു. മോള് പേടിക്കണ്ട കേട്ടോ, ഞാനിത് മുത്തശ്ശനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് വസുന്ധര പറയുന്നു. അതേസമയം ശ്യാമ ആ ലൊക്കേഷനിലേക്ക് എത്തുകയാണ്. വയറുവേദന എടുത്ത് സഹിക്കാനാകാഞ്ഞിട്ടും ശ്യാമ അശ്വതിയെ തേടി ചെല്ലുകയാണ്. അങ്ങനെ ശ്യാമ അഖിലിനെ വിളിച്ച് ഓഫീസിലേക്ക് പോകുന്ന വഴി ഓട്ടോ കംപ്ലൈന്റ് ആയതും ശ്രീകുട്ടിയെ ഓഫീസിലേക്ക് അയച്ചതും ഒക്കെ തന്നെ പറയുന്നു. അത് പിന്നെ അഖിൽ സാർ, എനിക്കെന്തോ വയ്യായിക പോലെയുണ്ട്. താൻ എന്ന് അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് അഖിൽ പറയുമ്പോ നമുക്കിപ്പോ അശ്വതി ചേച്ചിയാണ് പ്രധാനമെന്നും ഞാൻ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് പോകാമെന്നും ശ്യാമ പറയുന്നു. തുടർന്ന് ഒരു ഓട്ടോ കയറി ശ്യാമ അശ്വതിയുടെ ലൊക്കേഷനിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. തന്നെ തുറന്നുവിടാൻ അരുൺ പറയുന്നുണ്ടെങ്കിലും തുറന്നു വിടില്ലെന്നും നിനക്ക് ഹീറോയിസം കാണിക്കാനല്ലേ എന്നും ജയേഷ് പറയുന്നു. പിന്നെ നിന്റെ അശ്വതിയെ ഞാനേ ഒരു സ്ഥലത്ത് പാർപ്പിച്ചിട്ടുണ്ട്. അവളെ ഞാൻ ശരിക്കൊന്ന് കാണാൻ പോവുകയാ. എന്റെ ആഗ്രഹങ്ങളൊക്കെ തീർക്കണ്ടേ? ഞാൻ പറയാതെ നിന്നെ ഇവിടുന്ന് ആരും തുറന്നു വിടാനേ പോകുന്നില്ല. സമയം വൈകി നിന്റെ അബിയെ എന്നെ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാകും. ഞാൻ അവളെ ശരിക്കൊന്ന് ആശ്വസിപ്പിക്കട്ടെ. നിനക്കുള്ളത് ഞാൻ വന്നിട്ട് തരാമെന്ന് പറഞ്ഞ് ജയേഷ് അവിടെ നിന്ന് പോകുന്നു. അതേസമയം വസുന്ധരയും വർമ്മയും ശ്രീകുട്ടിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അരുൺ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവനെ സെല്ലിലിട്ടിരിക്കുന്നതെന്ന് വസുന്ധരയും വർമ്മയും ചോദിക്കുമ്പോൾ സ്റ്റേഷനിൽ കയറി സബ് ഇൻസ്പെക്ടറെയും ബാക്കി പോലീസുകാരെയും ആക്രമിച്ചതിനാണെന്ന് ജയേഷ് പറയുന്നു. അച്ഛാ, ഇയാൾ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ശ്രീകുട്ടിയുടെ അമ്മയെ ഇയാൾ ഇതുവരെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ടുപോയ ഈ കുട്ടിയുടെ അമ്മയോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് ജയേഷ് പറയുന്നു. എന്റെ സ്റ്റേഷനിലെ കാര്യങ്ങളെല്ലാം ഞാനാ തീരുമാനിക്കുന്നത്. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് ജയേഷ് അവിടെ നിന്ന് പോകുന്നു. അരുൺ, നീ ധൈര്യമായിട്ടിരിക്കെ, ഞങ്ങളുണ്ടെന്ന് വർമ്മ പറയുന്നു. എന്നിട്ട് വർമ്മ വസുന്ധരയോട് പറയുകയാണ്,
ജയേഷ് ദേഷ്യം തീർക്കുകയാണ്. ഞാൻ എന്താണെങ്കിലും ആ ഐ ജിയെ ഒന്ന് വിളിക്കാൻ വർമ്മ പറയുമ്പോൾ വസുന്ധര ഐ ജിയെ വിളിക്കുകയാണ്. അതേസമയം ശ്യാമ അശ്വതിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതേസമയം തന്നെ ജയേഷും അങ്ങോട്ടേക്ക് വരികയാണ്. ജയേഷിനെ കണ്ടയുടൻ തന്നെ ശ്യാമ അവിടെ മറഞ്ഞു നിൽക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.